നമസ്കാരം, എബിൻ സുരേന്ദ്രനാണ്. ഒരു പ്രത്യേക കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തുന്നത്. ചിതറ മാടങ്കാവ് ലീനാ ഭവനിൽ ബിജു എന്ന ആളുടെ ഒരു അവസ്ഥ നിങ്ങളുടെ മുൻപിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 2 കിഡ്നികളും തകരാറിലായ ബിജു എന്ന ആള് ആണ് ഇപ്പൊ എന്നോടൊപ്പം ഉള്ളത്. പുള്ളി ചിതറയിലൊരു വർക്ക്ഷോപ്പൊക്കെ നടത്തി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം തന്റെ ജീവിതത്തിൽ എത്തിയത്. അപ്പോ വളരെ പരിതാപകരമായ ഒരു അവസ്ഥയിലാണ്. വീടും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ നിങ്ങളാലാവുന്നൊരു സഹായം എന്നോണം കിട്ടുന്നത് എന്താണ്, നിങ്ങൾക്ക് പറ്റുന്നൊരു സഹായം ചെയ്യണം എന്നുള്ളൊരു ആഹ്വാനത്തോടു കൂടിയാണ് ഈ വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത്. നമുക്ക് ബിജുവിന്റെ വാക്കുകളിൽ തന്നെ നമുക്ക് കേൾക്കാം. എന്നായിരുന്നു എപ്പോഴായിരുന്നു ഈ ഒരു കിഡ്നി ഫെയിലർ അറിഞ്ഞത്? ഒരു 10 മാസമാവും. നീര് വന്ന് അങ്ങനെ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. നമുക്ക് ക്രിയാറ്റിന്റെ അളവ് 23 ഡയാലിസിസ് പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മരണപ്പെടുമെന്ന് പറഞ്ഞു. പൂർണ്ണമായിട്ട് 2 അപ്പോ ഇപ്പോ ഡയാലിസിസിലൂടെയാണ് ആഴ്ചയിൽ 3 ചെയ്തിട്ടുണ്ട്. ആഴ്ചയിൽ 3 ഡയാലിസിസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം കാശ് ആവശ്യമാണെന്നുള്ളത്. വലിയ സാമ്പത്തിക ഭദ്രതയൊന്നും ഇല്ലെന്ന് അറിയാം. ഉണ്ടായിരുന്ന ഒരു ജോലിയും ഒരു വഴിക്കാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ഇപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഡയാലിസിസിന് വേണ്ടിയിട്ടുള്ള കാശും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അതിലൊക്കെ സഹായിക്കുന്നുണ്ട്, ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ സഹായിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ യുവജന സംഘടനകളൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉള്ള കാര്യം അവരാകുന്ന രീതിയിലുള്ള ഒരു സഹായമൊക്കെ മാത്രമേ കിട്ടുന്നുള്ളൂ. കിഡ്നി പൂർണ്ണമായിട്ടും മാറ്റി വെക്കുന്നെങ്കിൽ ഏകദേശം എത്ര രൂപ ചെലവ്? അവര് നമ്മള് കോഴിക്കോട് സ്ഥലത്ത് വിളിച്ചു ചോദിച്ചു, ഹോസ്പിറ്റലില് വിളിച്ചു ചോദിച്ചപ്പോ ആളില്ലാത്തത് കൊണ്ട് തരാനായിട്ടേ ലോണില്ലാത്തതുകൊണ്ട് ഒരു 45 ലക്ഷം രൂപ പറഞ്ഞാണ് പറഞ്ഞത്. 5 ലക്ഷം. വേറെ വസ്തുക്കളോ അങ്ങനെ എന്തെങ്കിലും? ഇല്ല. അപ്പൊ 45 ലക്ഷം രൂപയോളം. ഇപ്പോ കുടുംബത്തിലുള്ള ആരെങ്കിലും വിട്ടുതരാൻ അങ്ങനെ എന്തെങ്കിലും അതിലേക്ക് ഇപ്പൊ നോക്കിയിട്ടില്ല? നോക്കാനായിട്ട് ഇവിടെ മാത്രമേ ഉള്ളൂ. അവർക്ക് ഗ്രൂപ്പ് വേറെയാണ്. ഗ്രൂപ്പ് ശരിയാകത്തില്ല. അപ്പൊ വീട്ടിലാരൊക്കെയാണ്? ഭാര്യയും 2 മക്കൾ. 2 മക്കൾ. ഓക്കെ. അവര് 2 പേരും പഠിക്കുകയാണ്. ശരി. ഇതാണ് അവസ്ഥ. കാരണം താനും തന്റെ വൈഫും 2 കുട്ടികളുമാണുള്ളത്. അപ്പോ വളരെ സാമ്പത്തിക ഭദ്രതയൊന്നും ഇല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദൈനംദിനമുള്ള കാര്യങ്ങൾ തന്നെ വളരെ ബുദ്ധിമുട്ടിലൊക്കെയാണ്. അപ്പൊ അതുപോലെ 2 കുഞ്ഞുങ്ങളുടെ പഠനം നടക്കുന്നു. ഒപ്പം ഡയാലിസിസിന് വേണ്ടിയിട്ടുള്ള ക്യാഷ് ആവശ്യമാണ്. കാരണം ആഴ്ചയിൽ 3 തവണയാണ് ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡയാലിസിസിലൂടെ ഇത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാമെന്നുള്ളതേ ഉള്ളൂ. ദൈവം ദാനമായി കൊടുത്തൊരു ജീവനാണ്. ആ ഒരു ജീവന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത്. ഏകദേശം 45 ലക്ഷം രൂപയാണ് വൃക്ക മാറ്റിവെക്കുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ആഴ്ചയിൽ 3 തവണയാണ് ഡയാലിസിസ് ചെയ്യുന്നത്. ഏകദേശം 3000-ഓളം രൂപ ചെലവാകുന്നുണ്ട്. അതും പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ്. സർക്കാരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ സർക്കാർ ഹോസ്പിറ്റലിന്റെ കാര്യമാണ്. ഈ പറയും പോലെ സീനിയോറിറ്റി അനുസരിച്ച് മാത്രമേ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് എത്താനും പറ്റുള്ളൂ. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളാലാവുന്ന ഒരു സഹായം കൊടുത്തു കഴിഞ്ഞാൽ ഈ ജീവനെ നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും. അപ്പോൾ ഞങ്ങൾ ഇതിന്റെ താഴെയായിട്ട് അക്കൗണ്ട് നമ്പരും ഗൂഗിൾ പേ ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് ഞങ്ങൾ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. നിങ്ങളാലാകുന്ന ഒരു എമൗണ്ട് ഈ കുടുംബത്തിന് കൊടുക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. അതുമാത്രമല്ല, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ദയവേത് വീഡിയോ ഷെയർ ചെയ്യുക. മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട് ശ്രമം നടത്തുക. ഒരു ജീവന്റെ കാര്യമായതുകൊണ്ടാണ്. ഓക്കെ, എനിവേ താങ്ക് യു.